നമസ്കാരം. നമ്മുടെ പവലിയനിൽ ഇന്നിരിക്കുന്നത് മലയാളികളുടെ സ്വന്തം കേന്ദ്രമന്ത്രി, തൃശ്ശൂരിൻ്റെ സ്വന്തം MP, നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറാണ്. സാർ, കലോത്സവം ഇത്തവണ തൃശ്ശൂരിലാണ്. തൃശ്ശൂർ കലോത്സവത്തെ എത്രത്തോളം എടുത്തിട്ടുണ്ട്? ഇത് തൃശ്ശൂരിനിപ്പം എടുത്ത ശീലമാണ്. അതുകൊണ്ട് നല്ല യോഗ്യമായിട്ടെടുക്കും. അതിയോഗ്യമായിട്ട് ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് കേരളത്തിനല്ല, ലോക കലാലോകത്തിന് സമ്മാനിച്ചിരിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞ് മടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. താമര ഒരു വിവാദത്തിലാണ് ഇത്തവണ തുടങ്ങിയത്. നമുക്കറിയാം വേദികളുടെ ഒരു പ്രശ്നം. തീർന്നില്ലേ? തുടങ്ങി അപ്പം തന്നെ തീർന്നില്ലേ? എല്ലാവർക്കും സംശയങ്ങളുണ്ടാവും, അത് ദൂരീകരിക്കപ്പെടും. അപ്പോൾ പിന്നെ അതിന് പുതിയ തീരുമാനം ഉണ്ടാവും. എല്ലാം വന്നില്ലേ, പിന്നെ ഇനി എന്തിനാണ് നമ്മളത് ചർച്ച ചെയ്ത് ഇങ്ങനെ എന്താണ് ഒരു പുളിശ്ശേരിയാക്കുന്നത് എന്തിനാ? അപ്പോൾ ഇത്തവണ വിവാദമൊന്നും വേണ്ട, നമുക്ക് കളർഫുൾ ആക്കാം അല്ലേ? അത്രയേ ഉള്ളൂ. ഇത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവകാശമല്ല, ഇവിടുത്തെ ഒരു തരി മണ്ണ് പോലും. ഇത് കലാകാരന്മാരായ കലാ ആസ്വാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് ഈ വേദിയും ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വായു പോലും. അതിനകത്തേക്ക് ഒരു മാലിന്യങ്ങളും കൊണ്ടുവന്ന് നിക്ഷേപിക്കരുത്. അത് മനസ്സുകൊണ്ടും അല്ലാതെയും അല്ലേ? ഞാനൊരു കലാകാരനായതുകൊണ്ട് എനിക്കത് കുറച്ച് ആധികാരികമായിട്ട് അവകാശപ്പെടാനും പറ്റും. തീർച്ചയായിട്ടും. അത് പറഞ്ഞപ്പോഴാണ് കലോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയാം തിരക്കായിരുന്നു, ഇന്നലെയൊക്കെ തിരക്കിലായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കിലായിരുന്നു. പറഞ്ഞു പൂരത്തിൻ്റെ ഒരു സാമ്പിളാണ് നമ്മളിവിടെ കാണാൻ പോകണമെന്നൊക്കെ. കർട്ടൻ റൈസറാണ്. അപ്പോൾ കലോത്സവ ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് അതിലേക്ക് ഒരു ഓർമ്മയില്ല. കാരണം ഞങ്ങളുടെ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൽ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കലോത്സവം എന്താണെന്ന് സ്കൂൾ അധ്യയന കാലത്ത് അറിഞ്ഞിട്ടേ ഇല്ല. പിന്നീട് അറിയുന്നത് യൂണിവേഴ്സിറ്റി കലോത്സവമാണ്. അത് കോളേജിലെത്തിക്കഴിഞ്ഞിട്ടാണ്, ഫാറ്റിമ കോളേജിൽ. അതുകൊണ്ട് സ്കൂൾ യുവജനോത്സവം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. കലാകാരനായതിനു ശേഷം അതിഥിയായി പോയ അതുവഴി ഉള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കലോത്സവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം ഏതാണ്? പാട്ട് തന്നെ ആയിരിക്കുമല്ലോ, ലളിതഗാനം തന്നെ ആയിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. പെരുമ്പാവൂർ സാറിൻ്റെയും MGRൻ്റെ ഒക്കെ ആ കാലത്തെ പാട്ടുകളെന്ന് പറയുന്നത് ഇംതിയാസും വേണുഗോപാലും ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ചിട്ടുള്ള പാട്ടുകളല്ലേ. നമുക്ക് രണ്ടുപേരും പാടി ഒന്ന് വൈബാക്കാൻ, കലോത്സവം വൈബ്. പ്ലീസ് പ്ലീസ് അങ്ങനെ പറയരുത്, പ്ലീസ്. രണ്ടുപേരും ഇളയ നില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா കാണുമേ വാനമേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതൊരു പാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ കലോത്സവത്തിൻ്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വല്ല തിരക്കായിരുന്നു, 2 ദിവസമായിട്ടൊക്കെ തിരക്കിലായിരുന്നു. ഇപ്പം മത്സരങ്ങൾ ഇപ്പോൾ രാവിലെ ഉദ്ഘാടനം അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. എന്തെങ്കിലും പരിപാടി കണ്ടു കാണില്ല അല്ലേ? ഇല്ല, ഇന്ന് കാണാനുള്ള സമയമാണ് നിങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയരുത്, ഞങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയല്ലേ. അക്രമമാണ്. ഞാനിത് 2 പരിപാടി ഇതിനകം കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി പഴയിടത്തിൻ്റെ രുചിക്കൂട്ട് പറഞ്ഞാൽ മന്ത്രി അവിടെ നിന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്ന് എന്താ പോവരുത്. ഞങ്ങൾക്ക് ഇനി കുറച്ച് 2-3 കാര്യങ്ങൾ കൂടി. ഇനി ഏതാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പഴയിടത്തിൻ്റെ അടുത്തേക്കാണോ നേരെ പോകുന്നത്? അല്ല, എനിക്കറിയത്തില്ല. മന്ത്രി പറയണം, ഞാൻ അങ്ങോട്ട് പോകും, അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തും, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. ശരി. അപ്പോൾ നിങ്ങൾ തിരക്കുള്ള ആളാണ്, അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഒരു വൈൻഡപ്പ് ആയിട്ടൊരു സാധനം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, കലോത്സവത്തിൽ കൊടുക്കാൻ പറ്റുന്ന മെസ്സേജിൻ്റെ ഒക്കെ കാലമൊക്കെ പോയി. ഇപ്പോൾ അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് പോലും നല്ലതുപോലെ ആസിഡ് വാഷ് നടത്തി മാത്രമേ അവർ എടുക്കൂ. പിന്നെ അതെല്ലാം അവരുടെ കൺവീനിയൻസും കൂടെ അവർ നോക്കും, ഏത് സ്വീകരിക്കാം.
അതുകൊണ്ട് നമ്മൾ അധികം ഉപദേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എങ്കിലും ചേർത്ത് പറയും, കലഹമാവണം. കലഹത്തിലൂടെ നമുക്ക് ബന്ധങ്ങൾ കുറച്ചുകൂടി ഊട്ടിയർ. ഓരോ കലഹവും ഒരാലയായിരിക്കണം. അതിൽ ചുട്ടുപഴുപ്പിച്ച് സ്ഫുടം ചെയ്ത് പഴയ ബന്ധങ്ങൾ മുഴുവൻ മാറ്റുകൂട്ടി നമുക്ക് ലഭ്യമാകും എന്ന ഉറപ്പ് വരുത്തി മാത്രമേ കലഹത്തിൽ ഏർപ്പെടാവൂ. വിജയം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. അത് വിജയം വരിക്കാത്തവരും വിജയം വരിച്ചവരും ചേർന്ന് ആഘോഷിക്കപ്പെടേണ്ടതാണ്. കണ്ണീര് അങ്ങ് ഒഴുകിയെത്തുമെങ്കിൽ തടയണ്ട, ആ കണ്ണീരൊഴുകിക്കോട്ടെ, പക്ഷേ അത് ആനന്ദാശ്രുവായി മാറ്റിയിരിക്കണം. അശ്വതിക്ക് എന്താണ്, അശ്വതിക്ക് എന്തൊക്കെ സംശയം ചോദിക്കാനുണ്ട് സാറിനോട്? അതും കൂടെ നമുക്കൊന്ന് തീർത്തിട്ടേ പോകാനായിട്ട് പറ്റുള്ളൂ. ഒന്നുമില്ല, സാറിൻ്റെ ഈ പറഞ്ഞ പോലെ സാറിൻ്റെ കലോത്സവ ഓർമ്മകൾ തന്നെയാണ്. ഒരു ജനപ്രതിനിധിയായി എത്തിയതിന് ശേഷമുള്ള കലോത്സവ ഓർമ്മകൾ അതെങ്ങനെയാണ്? ഇല്ല, അത് ശരിക്ക് രാജ്യസഭയിലൊക്കെ ആയിരുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. കലാകാരൻ കൂടിയായ കേന്ദ്രമന്ത്രിയാണ്. അല്ല, എന്നിട്ടും വിളിച്ചിട്ടില്ല, പോയിട്ടില്ല. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും കഴിഞ്ഞ വർഷം എന്നെ ക്ഷണിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഈ വർഷം നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഞാൻ അതിന് മര്യാദ നൽകി വന്നിരിക്കുന്നു. തൃശ്ശൂരിലെ കലോത്സവം എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ തൃശ്ശൂരുകാർ എപ്പോഴും കലയെ അത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ്, കലാകാരന്മാരാണ്, കലയോട് അത്രയധികം ഇഷ്ടമുള്ള. അതെ, തീർച്ചയായും. അത് എന്താ ഇല്ലാത്തതെന്ന് നിങ്ങൾ പറ. അത്രത്തോളം നെഞ്ചിലേറ്റുകയാണ് അവർ ഈ തൃശ്ശൂർ കലയെ. അവർക്ക് കലാ അംശങ്ങളുടെ വെട്ടിത്തിളക്കം മാത്രമേ അവർക്കറിയൂ. കാരണം സൂര്യവെളിച്ചം കാഞ്ഞു നിൽക്കുമ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ വെട്ടിത്തിളക്കം, അത് കഴിഞ്ഞ് രാത്രിയിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് അടിച്ച് വെട്ടിത്തിളക്കം, അത് തിടമ്പിലെ ആയാലും പിന്നെ നെറ്റിപ്പട്ടത്തിലെ ആയാലും എന്താണ് തീവെട്ടി, ഇതിൽ നിന്നെല്ലാമുള്ള തിളക്കങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് കലാപ്രകടനങ്ങളുടെ തിളക്കം എന്ന് പറയുന്നത് കൊമ്പന്മാരുടെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അക്ഷരാർത്ഥത്തിൽ പൂരമാണല്ലേ. കൊമ്പന്മാരും പിടിയുമുണ്ട്. ഇല്ലെന്നാരെങ്കിലും പറയുമോ? ഇല്ലേ? എല്ലാം അതെ, കുട്ടിക്കൊമ്പന്മാരുടെ വികൃതിയല്ലേ നമുക്ക് ആനന്ദം ഉണ്ടാക്കുന്നത്. അവരുടെ പ്രകടനം കണ്ട് അങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുവാണോ? അല്ല, കണ്ടില്ല, കാണണം. അപ്പോൾ നമ്മൾ അധികം കൈയൊക്കെ ഒന്ന് കൈയടിച്ചൊന്ന് പരുവാക്കണം. അതെ, ശരി. അപ്പോൾ എന്തായാലും ആവേശത്തിലാണ്.